വിശദമായ വാർത്തകളിലേക്ക്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടെ മുഖമിരുക്കിയ സർക്കാരിന് 2024 നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആദ്യം വേണ്ടത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്ത വർഷം ചരക്ക് കപ്പൽ എത്തും എന്നുള്ളതുകൂടി കൊണ്ടാണ് തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്തത്. 2.5 വർഷം ഒപ്പമുണ്ടായിരുന്ന 2 മന്ത്രിമാരുടെ മുൻധാരണ പ്രകാരമുള്ള രാജി, പുതിയ 2 മന്ത്രിമാരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തൽ, അതിലും ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റ് എന്നോണം വകുപ്പ് മാറ്റം. എന്നിട്ടും LDFനുള്ളിൽ ഒരു വിവാദവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് മുന്നണിയുടെ ഏറ്റവും വലിയ ആശ്വാസം. മുൻധാരണയെങ്കിലും ഒരസ്വാരസ്യവും ഉണ്ടാവാത്തത് LDFനെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കും. അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെയും കരുതിയിരുന്നത്. എന്നാൽ ആ വകുപ്പ് CPIM ഏറ്റെടുത്ത് മന്ത്രി VN വാസവന് നൽകി. വരും വർഷത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ആദ്യമായി ചരക്ക് കപ്പലെത്തും. സർക്കാരിന് ഏറ്റവും അധികം മൈലേജ് ഉണ്ടാക്കാൻ പോകുന്നതാണ് പദ്ധതി. അതിനാൽ തന്നെ തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലും ലക്ഷ്യങ്ങളോടെയുമാണ്. പകരം രജിസ്ട്രേഷനും പുരാവസ്തു മ്യൂസിയം വകുപ്പുകളാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുക. തീരുമാനത്തിൽ ഒരെതിരഭിപ്രായവും കടന്നപ്പള്ളി രാമചന്ദ്രന് ഉണ്ടായതുമില്ല. ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗതം ഗണേഷ് കുമാർ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് LDF വിലയിരുത്തൽ. കഴിഞ്ഞ 2.5 വർഷം ഏറ്റവും അധികം തൊഴിലാളി സമരങ്ങൾ ഉണ്ടായ പ്രസ്ഥാനമാണ് KSRTC. ആ പ്രതിസന്ധികൾ ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും ഗണേഷ് കുമാറിന് സർക്കാർ തൊഴിലാളി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താതെ കാത്തുസൂക്ഷിക്കാനാവുമെന്നും മുന്നണി വിലയിരുത്തുന്നു. താൻ അത്ഭുതങ്ങളൊന്നും കാണിക്കില്ലെന്നും എന്നാൽ പ്രകടമായ മാറ്റം KSRTCയിൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയം. പുതുവർഷത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ വകുപ്പുകളുടെ മുന്നോട്ട് പോക്കിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് തടസ്സം നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാമാന്യ മര്യാദ പാലിച്ചില്ല എന്ന് മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിക്ക് നേരെ മുഖം തിരിച്ചത് ഗവർണർ പദവിക്ക് യോജിച്ചതല്ല എന്ന് വിമർശനം. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് തുറമുഖ വകുപ്പിന്റെ കൂടി ചുമതല ലഭിച്ച മന്ത്രി പറഞ്ഞു. UDFന് പക്വതയുള്ള നേതൃത്വമില്ല എന്നും VN വാസവൻ കുറ്റപ്പെടുത്തി. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ഉൾപ്പെടെ ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്ത് പോലും നോക്കാത്ത ഒരു നില ഇത്തരത്തിൽ നമ്മുടെ ഒരു കേരളത്തിൽ ഇങ്ങനെ നടക്കേണ്ട ഒരു കാര്യമാണോ? രാജ്ഭവനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഗവർണറുടെ ആസ്ഥാനത്ത് ഗവർണറാണ് അതിൻ്റെ തലവനായും ആതിഥേയനായും അവിടെ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ശിഷ്ടാദികളുമൊക്കെ വരുമ്പോൾ ആ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടത് ഗവർണറാണ്. ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണറുടെ പുറകെ മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോൾ മിനിമം ഒന്ന് വിഷയെങ്കിലും ചെയ്യണ്ടേ, പരസ്പരം ഒരു ഹസ്തദാനം നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംസാരിക്കാൻ മുഖമൊന്ന് തിരിഞ്ഞു കൊടുക്കണ്ടേ. അതിന് പകരം സ്ഥലത്തോട്ട് പോലും നോക്കാതെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനവും വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് യോജിച്ചതായിരിക്കാം, പക്ഷേ ഗവർണർക്ക് യോജിച്ചതല്ല. അതാണ് പ്രശ്നം. തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു കാര്യം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്കയാണ്. അത് ആദ്യഘട്ടം മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിദഗ്ധ സമിതി അടക്കം റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ, അവരുടെ ആവശ്യങ്ങൾ, അത് എങ്ങനെയായിരിക്കും പരിഗണിക്കുക? നിലവിൽ അവർ ഉന്നയിച്ചിരുന്നത് 7 കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഒരു സമരം വന്നിരുന്നത്. അതിൽ 6 കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ ധാരണയായിരുന്നു. 7ാമത്തെ കാര്യം തുറമുഖം വേണ്ട എന്നുള്ളത്, അത് മാത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് നടന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റൊരാശങ്കയുടെ അടിസ്ഥാനമില്ല. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവരോട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. കാരണം പൂർണ്ണമായും സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ പരിപാടികളെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പുനഃസംഘടനയും വിമർശിച്ച് രംഗത്ത് വരുന്നു. ഇതിനെ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു സമീപനത്തെ എങ്ങനെയാണ്? അവരെത്ര കണ്ട് ബഹിഷ്കരണം പറഞ്ഞു അത്ര കണ്ട് ആവേശപൂർവ്വം ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെടുക്കുന്ന ഒരു സ്ഥിതി. യഥാർത്ഥത്തിൽ ജനങ്ങൾ അവരെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം വന്നു. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിച്ചേരുമ്പോൾ UDFന് എത്രയോ നേതാക്കന്മാർ, ഉന്നതന്മാരായ ആളുകൾ ഉൾപ്പെടെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ അവരോട് വന്ന് അധ്യക്ഷത വഹിച്ച് അവർക്ക് പറയാനുള്ള ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളോട് പറയരുതോ? അവർക്ക് ക്രിയാത്മക നിർദ്ദേശം വെക്കാം, സൃഷ്ടിപരമായി വിമർശനം ഉയർത്താം. ഗവൺമെൻറ് പറയാനുള്ള ഗവൺമെൻറ് പറയും. യഥാർത്ഥത്തിൽ അവസരം അത് മുതലാക്കിയല്ല വേണ്ടിയിരുന്നത്. അവർ യഥാർത്ഥത്തിൽ ഒരു പക്വതയില്ലാത്ത ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് ഇന്ന് UDF അഭിമുഖീകരിക്കുന്ന, കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. പുതിയ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി. കനത്ത മൂടൽമഞ്ഞിനെ അതിജീവിച്ചാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ 10:45 അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി 11:15 പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും 12:15 പുതിയ വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യും. നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം. 2 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. നവീകരിച്ച 4 റോഡുകളും ഉദ്ഘാടനം ചെയ്യും. ജനുവരി 22-നാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുടെ രൂപരേഖയായി രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും. ഉച്ചയ്ക്ക് 12:29 ശേഷമുള്ള 84 സെക്കൻഡുകൾക്കിടയിൽ പ്രാണപ്രതിഷ്ഠ നടക്കും. ആദ്യ ആരതി നടത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുടെ രൂപരേഖ ആയിരിക്കുകയാണ്, എങ്ങനെയാണത്? കരട് രൂപരേഖയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇത് പ്രകാരം ജനുവരി 22-നാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചിട്ട് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഈ പ്രധാന മൂർത്തി രാംലല്ലയാണ്. ഈ രാംലല്ലയ്ക്ക് മുന്നിലുള്ള തിരശ്ശീല നീക്കിയിട്ടാണ് ഈ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുക. രാംലല്ല എന്നാല് ബാലനായിട്ടുള്ള രാമന്റെ രൂപമാണ് ഈ പ്രധാനമായും പ്രതിഷ്ഠിക്കുന്നത്. ആദ്യം രാമന്റെ മുഖത്തിന് നേരെ പ്രധാനമന്ത്രി കണ്ണാടി കാണിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോഴത്തെ ഈ കരട് രൂപരേഖ പ്രകാരം ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ ദോഷ ദൃഷ്ടി പതിയാതിരിക്കാനായിട്ട് കൺമഷി എഴുതും. പ്രധാനമന്ത്രിയാണ് അത് നിർവഹിക്കുന്നത്. രാമന്റെ കണ്ണെഴുതിയതിനു ശേഷം തങ്കനൂലിൽ നെയ്തിട്ടുള്ള വസ്ത്രം പ്രധാനമന്ത്രി തുടർന്ന് ഈ വിഗ്രഹത്തിൽ ധരിപ്പിക്കും. തുടർന്ന് വിഗ്രഹം നഗരപ്രദക്ഷിണത്തിന് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം അനുസരിച്ച് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള നിഗമനം അനുസരിച്ച് 12 മണിക്ക് 12:29-നാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. 12:30 ആണ് ഈ പ്രാണപ്രതിഷ്ഠ അവസാനിക്കുന്നത്. ഏതാണ്ട് 84 സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠയുടെ ആ ഒരു ദൈർഘ്യം ഉണ്ടാകുന്നത്. ഈ നേദിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണ്ട് 56 കൂട്ടം ആണ് ആദ്യമായിട്ട് നേദിക്കാനായിട്ട് പോകുന്നത്. ആദ്യ ദീപാരാധന നടത്തുന്നതും അഥവാ ആരതി നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ഈ ചടങ്ങുകൾക്ക് മുമ്പ് സരയൂ നദിയിലെ ജലം തളിച്ച് ഈ പരിസരമൊക്കെ ശുദ്ധിയാക്കാനായിട്ടുള്ള തീരുമാനം, അത് ദിവസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ മോദി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമായിരിക്കും ശ്രീകോവിലിനുള്ളില് അന്ന് സ്ഥാനമുണ്ടാവുക. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉത്തർപ്രദേശിന്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേല്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSSന്റെ മേധാവി മോഹൻ ഭാഗവത്, മുഖ്യ പുരോഹിതൻ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനായിട്ടുള്ള ആചാര്യ സത്യേന്ദ്രദാസ്, ഇങ്ങനെ ഈ 5 പേരായിരിക്കും ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളില് ഉണ്ടാവുക. യെസ്, അങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. JDU ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിതീഷ് കുമാറിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തം. നിതീഷ് കുമാറിനെ അട്ടിമറിച്ച് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ലാലൻ സിംഗിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്താനാണ് നിതീഷ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുത്തത് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. JDUവിലെ പ്രധാന BJP വിരുദ്ധ മുഖമായ ലാലൻ സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പലത് പ്രചരിക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ പേര് ഇന്ത്യാ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നുവന്നതിൽ നിതീഷ് കുമാറിനുള്ള അതൃപ്തിയെ തുടർന്നും NDAയിലേക്ക് തിരിച്ചുപോകാനുള്ള JDU പദ്ധതിയുടെ ഭാഗവുമാണ് നേതൃമാറ്റമെന്ന റിപ്പോർട്ടുകൾ JDU നേതൃത്വം തള്ളി. എന്നാൽ പാർട്ടി പിളർത്തി നിതീഷ് കുമാറിനെ അട്ടിമറിച്ച് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ലാലൻ സിംഗും ലാലു പ്രസാദ് യാദവും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ചോർന്നതാണ് JDUവിലെ നേതൃമാറ്റത്തിന് കാരണമെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. JDUവിലെ 12 MLAമാരെ അടർത്തിയെടുത്ത് തേജസ്വി സർക്കാരിന് ഭൂരിപക്ഷം തികയ്ക്കാനായിരുന്നു പദ്ധതി. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ കുരുക്ക് മറികടക്കാനായി പാർട്ടി അധ്യക്ഷനെന്ന അധികാര പദവി ഉപയോഗിച്ച് ഈ 12 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെയുള്ള ആസൂത്രണം നടന്നിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം അറിഞ്ഞതോടെയാണ് നിതീഷ് കുമാർ ലാലൻ സിംഗിനെ മാറ്റിയതെന്നുമാണ് പ്രചരിക്കുന്ന അഭ്യൂഹം.
എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം പിന്നിൽ BJP ആണെന്ന് JDU നേതൃത്വത്തിന്റെ പ്രതികരണം. 24 ഡൽഹി. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ഒരുങ്ങുന്നത് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. കർശന ഗതാഗത നിയന്ത്രണങ്ങളും നാളെയുണ്ടാകും. കൊച്ചി കാർണിവലിലേക്ക് ഒഴുകിയെത്തുന്ന 10,000-ങ്ങളെ നിയന്ത്രിക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നാളെ 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. തിരക്കമിതമായാൽ ഇതിലും നേരത്തെ നിയന്ത്രണം തുടങ്ങും. റോറോ ജങ്കാർ സർവീസുകൾ വൈകിട്ട് 7 മണിവരെ മാത്രമേ ഉണ്ടാകൂ. KSRTC ഉൾപ്പെടെ കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലിക സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കും. തിരക്കേറിയാൽ രാത്രി 12 മണിക്ക് ശേഷം ബസ്സുകൾ പ്രത്യേക സർവീസ് നടത്തും. സ്വകാര്യ വാഹനങ്ങൾക്കായി 23 പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിലും പാർക്കിംഗ് അനുവദിക്കില്ല. നാളെ മുതൽ ജനുവരി 1 പുലർച്ചെ 1 മണി വരെ മെട്രോ സർവീസ് നടത്തും. കാർണിവൽ ഒരു അപകടരഹിതമായി, പ്രത്യേകിച്ച് കളമശ്ശേരി പ്രശ്നത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അപകടരഹിതമായി കാർണിവൽ അവിടെ വരുന്ന ആളുകൾക്ക് ആഘോഷങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതേ സമയത്ത് തന്നെ കുറച്ച് നിയന്ത്രണങ്ങളോടുകൂടി തന്നെ കാർണിവൽ നടത്താനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പാപ്പാഞ്ഞിയെ കത്തിച്ചു കഴിഞ്ഞാൽ ബാരിക്കേഡുകൾ മാറ്റി നിയന്ത്രണങ്ങൾ സുഗമമാക്കും. പരേഡ് ഗ്രൗണ്ടിൽ വൈദ്യുത തടസ്സമുണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ കാർണിവൽ അവസാനിക്കുന്നതുവരെ മെഡിക്കൽ സംഘങ്ങളെ വിന്യസിക്കും. വിദേശികൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 24 കൊച്ചി. ട്രാക്കിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് 10 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി സൗത്ത് സെൻട്രൽ റെയിൽവേ. ഇന്നു മുതൽ ജനുവരി 12 വരെയാണ് നിയന്ത്രണം. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മില്ലേനിയം വീക്ക്ലി എക്സ്പ്രസ് ഇന്ന് സർവീസ് നടത്തില്ല. രപ്തിസാഗർ വീക്ക്ലി എക്സ്പ്രസ്, ത്രിവാര എക്സ്പ്രസ്, കോർബ കൊച്ചുവേളി എക്സ്പ്രസ് തുടങ്ങിയവയാണ് റദ്ദാക്കിയത്. ഉത്തരേന്ത്യയിലെ പുകമഞ്ഞ് രൂക്ഷമായി തുടരുന്നു. ബീഹാറിലേക്ക് കൂടി പുകമഞ്ഞ് വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ ജനജീവിതം പുകമഞ്ഞിനെ തുടർന്ന് ദുസ്സഹമായി. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതത്തെ പുകമഞ്ഞ് ബാധിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകളടക്കം പുകമഞ്ഞ് തുടർച്ചയായ 5ാം ദിവസവും ബാധിച്ചു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 27 ട്രെയിൻ സർവീസുകൾ 5 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. കാറ്റടിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ടോടെ സാഹചര്യം അല്പം മെച്ചപ്പെട്ടുവെങ്കിലും പിന്നീട് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. ഇതോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഗസ പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ 10,000-ങ്ങൾ മധ്യ ഗസ വിട്ട് പലായനം ചെയ്തതായി വിവരം. ഗസയിൽ മരണസംഖ്യ 21,320 ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ദക്ഷിണാഫ്രിക്കയുടെ നടപടിയെ ഇസ്രായേൽ രൂക്ഷമായി വിമർശിച്ചു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 11 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ മധ്യ ഗസയിലെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. കലോത്സവം കൊല്ലത്ത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് കൊല്ലം വേദിയൊരുങ്ങുമ്പോൾ ആലത്തൂർ ഗുരുകുലം സ്കൂൾ കഠിന പരിശ്രമത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി ഹൈസ്കൂൾ തലത്തിലെ മികച്ച സ്കൂൾ എന്ന നേട്ടം ഗുരുകുലം സ്കൂളിനൊപ്പമാണ്. ഈ കുത്തക വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് മത്സരാർത്ഥികൾ. കഴിഞ്ഞ തവണ 152 പോയിന്റുകളാണ് ഗുരുകുലം സ്വന്തം നിലയ്ക്ക് സ്വന്തമാക്കിയത്. ഗുരുകുലത്തിൽ നിന്ന് ഇത്തവണയാകെ 58 ഇനങ്ങൾ. മുൻകാലങ്ങളെക്കാൾ ഇനങ്ങളും ആത്മവിശ്വാസവും ഇരട്ടി. കോഴിക്കോടൻ കലോത്സവത്തിന് പിന്നാലെ തന്നെ ആരംഭിച്ച പരിശീലനമാണ് ഗുരുകുലത്തിന്റെ പ്രധാന കരുത്ത്. ഇത്തവണ ഹയർ സെക്കൻഡറി കിരീടം കൂടി പിടിച്ചെടുക്കുന്നതും ഗുരുകുലത്തിന്റെ സ്വപ്നമാണ്. ഇത്തവണ ഉറപ്പാണ് ഞങ്ങൾ HSM അതിൻ്റെ കൂടെ സാൻസ്ക്രിറ്റ് കപ്പ് അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലൊരു കോൺഫിഡൻസ് വെച്ചിട്ട് വേറൊരു സ്കൂൾ പോകണ്ടോയെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ അത്രമാത്രം കോൺഫിഡൻസ് ആണ് നമ്മൾ അടിച്ചിരിക്കും 3 കപ്പും. സ്കൂൾ തുറക്കുന്ന അന്ന് തൊട്ട് ഞങ്ങൾ കലോത്സവത്തിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഞങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ.
സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്രാവശ്യവും നല്ല പ്രതീക്ഷയുണ്ട്. ഇത്തവണ ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകുന്നതാണ് എല്ലാ മത്സര ഇനങ്ങളുടെയും തീം. കൊല്ലത്തേക്ക് വണ്ടി കയറാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവസാനവട്ട മിനുക്കുപണികൾ മാത്രമേ ഗുരുകുലത്തിലെ കുട്ടികൾക്ക് ബാക്കിയുള്ളൂ. കേരളത്തിലെ മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഹയർ സെക്കൻഡറിയിൽ മാത്രം 30 ഇനങ്ങളാണ് സ്കൂളിൽ നിന്ന് കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. 21 ഇനങ്ങൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും. ഗുരുകുലത്തിലെ കുട്ടികൾക്ക് 11ാം കിരീടത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷയും ഇത്തവണയുമില്ല. ഹൈസ്കൂൾ തലത്തിലെ കിരീടം തുടർച്ചയായ 11ാം വർഷവും നിലനിർത്തുക, ഹയർ സെക്കൻഡറിയിൽ കരുത്തുകാട്ടുക, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സർവാധിപത്യം ഇത്തവണയും നിലനിർത്താനാകുമെന്നാണ് ആലത്തൂർ ഗുരുകുലത്തിലെ കുട്ടികളുടെ പ്രതീക്ഷ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. INTUC സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കം. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മഹാറാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കും. 2 ദിവസങ്ങളിലായാണ് തൃശൂരിൽ INTUCയുടെ സംസ്ഥാന സമ്മേളനം. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം. നമ്മൾ താലോലിച്ച LICയുടെ സ്ഥിതി എന്തായി? പൊതുമേഖല ബാങ്കുകളുടെ സ്ഥിതി എന്താണ്? പൊതുമേഖല തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവനെ നിലനിർത്തേണ്ട മുഴുവൻ പൊതുമേഖലയെയും തല്ലി തകർത്തിരിക്കുകയല്ലേ, എല്ലാം സ്വകാര്യവൽക്കരിച്ചു. ഇപ്പോൾ ആകെ നോക്കിയാൽ, എവിടെ നോക്കിയാൽ എയർപോർട്ടുകള്, പോർട്ടുകള്, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു ബോർഡ് അദാനിയുടെ ബോർഡാണ്. എല്ലാം വിറ്റു തുലച്ച് കുത്തക മുതലാളിമാരെ സൃഷ്ടിക്കുന്ന ജോലിയിലാണ് നരേന്ദ്രമോദി വ്യാപൃതനായിരിക്കുന്നത്. INTUC ദേശീയ പ്രസിഡന്റ് ഡോക്ടർ G സഞ്ജീവ റെഡ്ഡി വിശിഷ്ടാതിഥിയായി. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PC വിശ്വനാഥ് MLA, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. 24 തൃശൂർ. യാത്രക്കാരിൽ നിന്ന് ബലമായി പിരിവെടുക്കുന്നു എന്ന തരത്തിൽ വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിന് കേസെടുത്ത് പോലീസ്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകി എന്ന് കാണിച്ചാണ് നടപടി. കുളത്തൂപ്പുഴ ഓന്തുപച്ച സ്വദേശികളായ യുവാക്കളെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ച് വിട്ടയച്ചു. ക്രിസ്തുമസിന് തൊട്ടുമുന്നെയാണ് കുളത്തൂപ്പുഴ ഓന്തുപച്ചയിൽ കാറിൽ വന്ന യാത്രക്കാരെ തടഞ്ഞു നിർത്തി പിരിവ് നൽകാൻ ആവശ്യപ്പെടുകയും നൽകാത്ത ഡ്രൈവറെ പുറത്തിറക്കി മർദ്ദിക്കുന്നതും തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓന്തുപച്ച സ്വദേശികളായ യുവാക്കൾ ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയ വഴി വിദേശ നാടുകൾ വരെ എത്തി. ഇതോടെയാണ് സംഭവം വിവാദമായത്. സമൂഹത്തിൽ തെറ്റായ രീതിയിൽ സന്ദേശം നൽകുകയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പോലീസിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഒരു മതപരമായ ചടങ്ങുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വീഡിയോകൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നതിന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ഇത്തരം വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത് ഗവൺമെന്റും പോലീസും അത് നിയന്ത്രിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം. എന്നാൽ തങ്ങൾ സൗദ്ദേശത്തോടെയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചവരുടെ വാദം. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മറ്റ് ഗ്രൂപ്പുകളിലും മറ്റ് പേജുകളിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടൊക്കെ പ്രചരിച്ചു പോയി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതങ്ങനെയല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ഓന്തുവച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ചെറുപ്പക്കാരാണ്. അതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. സംഭവത്തിൽ യുവാക്കളെ വിളിച്ചു വരുത്തിയ കുളത്തൂപ്പുഴ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് വിട്ടയച്ചു. വീഡിയോ കേരളത്തെ സംബന്ധിച്ച വലിയ മാനക്കേടാണ് വിദേശ നാടുകളിലടക്കം ഉണ്ടാക്കിയത്. 24 കൊല്ലം. പാലക്കാട് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ഒടുവിൽ നടപടി. മാലിന്യം നീക്കുന്നതിന് മുന്നോടിയായുള്ള ബയോ മൈനിങ്ങിനായി അന്തിമ ഡ്രോൺ സർവേ പൂർത്തിയായി. ഇതിനു മുൻപ് വിവിധ ഘട്ടങ്ങളിൽ 3 തവണയാണ് സർവേ നടത്തിയത്. നിലവിൽ വർഷങ്ങളായി നഗരസഭയ്ക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന 78 ടൺ മാലിന്യമാണ് തരംതിരിക്കാതെ ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്നത്.
ഇവ പൂർണ്ണമായി മാറ്റുന്ന തരത്തിലാണ് പദ്ധതി. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി 15 കോടിയാണ് വകയിരുത്തിയത്. ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിന്റെ അളവ് സംബന്ധിച്ച് അന്തിമ സർവേ നടത്തിയത്. പാലക്കാട് നഗരസഭ കഴിഞ്ഞ 3 വർഷമായിട്ട് മാലിന്യ ശേഖരണ രംഗത്ത് സ്വയംപര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളില്ല. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ അന്നു വരുന്ന മാലിന്യം അന്നു നിർമ്മാണം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾ കൂടിക്കിടന്ന മാലിന്യമാണ് പാലക്കാട് നഗരസഭയുടെ തലവേദന. കേരളത്തിൽ 23 ഡംപ് സൈറ്റുകളുണ്ട്. അതിൽ പാലക്കാട് നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ടെൻഡർ പ്രൊസീജിയറിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ സാങ്കേതിക അനുമതി മാത്രമാണ് ബാക്കിയുള്ളത്. 1 മാസത്തിനകം മാലിന്യം നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി. പതിറ്റാണ്ടുകളായി നഗരസഭാ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന മാലിന്യ മലയ്ക്കാണ് ഇതോടെ ശാപമോക്ഷം ലഭിക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ച് എക്കാലത്തെയും പ്രതിസന്ധിയായിരുന്നു ഈ മാലിന്യമല. പല കുറി ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായിരുന്നത് ആശങ്കയ്ക്കിടവച്ചിരുന്നു. നിലവിൽ ഖരമാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഏറ്റവും വലുതാണ് പാലക്കാട് നഗരസഭയുടേത്. 24 പാലക്കാട്. മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടതായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അതീവ ജാഗ്രതയിൽ പോലീസ്. തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം തിരുനെല്ലി മേഖലയിൽ പോസ്റ്റർ പതിക്കാൻ എത്തിയത് CP മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. വയനാട് സ്വദേശിയായ സോമനും സംഘത്തിൽ ഉണ്ടായിരുന്നു. മറ്റ് 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരുനെല്ലി ആശ്രമം സ്കൂളിന് സമീപത്തുള്ള കടയിലാണ് പോസ്റ്ററുകൾ കണ്ടത്. സ്കൂളിന്റെ സൂചനാ ബോർഡിന് മുകളിലും കത്ത് പതിച്ചിരുന്നു. കബനിദളം ഏരിയ സെക്രട്ടറി ആയിരുന്ന ആറളത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കവിത രക്തത്തിന് രക്തം കൊണ്ട് പകരം ചോദിക്കുമെന്ന മുന്നറിയിപ്പും മാവോയിസ്റ്റുകളുടെ പോസ്റ്ററിലുണ്ടായിരുന്നു. വനമേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ശക്തമാക്കുകയാണ് തണ്ടർബോൾട്ട്. 6 വർഷത്തിനിടെ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 9 മാവോയിസ്റ്റുകളാണ്. വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് കൽപ്പറ്റ ഫ്ലവർ ഷോ. 1000ഓളം പൂക്കളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. വയനാട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് പുഷ്പോത്സവം. വയനാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് പൂക്കളുടെ നിറച്ചാർത്തൊരുക്കുകയാണ് ബൈപ്പാസ് റോഡിലെ ഈ പുഷ്പോത്സവം. ഈ നാടിൻ്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും സാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ചും നേരിൽ അനുഭവിക്കാനാവുന്ന വേദി കൂടി ആവുകയാണിവിടം. ഇറക്കുമതി ചെയ്ത പുഷ്പങ്ങളുടെ നിറഞ്ഞ കാഴ്ച ഇവിടെ ആസ്വദിക്കാനാകും. ലിലിയം, പോയൻസിറ്റിയ, മെലസ്റ്റോമ തുടങ്ങിയ പേര് പോലും പരിചിതമില്ലാത്ത പൂക്കൾ ഉണ്ടിവിടെ. ജമന്തി, ഡാലിയ, ആന്തൂറിയം, റോസ, ബോൾസം തുടങ്ങിയവയുടെ നിറഭേദങ്ങളും കാണാം. നമുക്ക് ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള വിനോദങ്ങളായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. കൂടാതെ വിവിധതരം എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ഒരു സംഗമമായിട്ടാണ് എനിക്ക് തോന്നിയത്. പൂക്കളുമായി ബന്ധപ്പെട്ട പലതരം മത്സരങ്ങളും ഫ്ലവർ ഷോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡ്രൈ ഫ്ലവർ, മാസ്, ഡബിൾ കണ്ടെയ്നർ, ജപ്പാനീസ് സ്റ്റൈല്, ഫ്രീ സ്റ്റൈല്, അങ്ങനെ 6 ടൈപ്പ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 10-15 വർഷമായിട്ട് നമ്മൾ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതാണ്. ഇപ്പോൾ 7 വർഷമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ. എല്ലാ ദിവസവും പ്രമുഖർ അണിനിരക്കുന്ന കലാപരിപാടികളും അരങ്ങേറി വരുന്നു. ജനുവരി 10 വരെയാണ് കൽപ്പറ്റയിൽ പുഷ്പോത്സവം. 24 വയനാട്. പെൻഷൻ പണം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് നമുക്കിടയിൽ. 6 മാസമായി പെൻഷൻ ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലപ്പുറം കുന്നുമ്മൽ സ്വദേശി പാത്തുമ്മ. സുമനസുകൾ നൽകുന്ന സഹായം കൊണ്ടാണ് ഇപ്പോൾ പാത്തുമ്മയുടെ ജീവിതം. ആറുമാസം മുമ്പ് വരെ പാത്തുമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങൾക്കായി ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വന്നിട്ടില്ല. എന്നാൽ വിധവാ പെൻഷൻ മുടങ്ങിയതോടെ വീട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പണമില്ലാതെ വലയുകയാണ് ഈ വയോധിക. 6 മാസമായി ജീവിക്കാൻ ഒരു മാർഗമില്ല മക്കളെ. പ്രായം എപ്പോഴും അറിയില്ല. നമ്മൾ മരിച്ചേ പറയാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ എല്ലാവരും ഈമാൻ കിട്ടി മരിച്ചാൻ തേടിക്കോളി. നമ്മൾ കുടുംബത്തിന് മക്കൾക്കും ആയുസിന് നീട്ടിട്ട് അവസാനം നമ്മൾ ഈമാൻ കിട്ടി മരിച്ചാൻ തേടിക്കും. ഈ ഒറ്റപ്പെട്ട ജീവിതം ഒരു വ്യത്യാന്തരമില്ലാത്ത നാട്ടുകാർ ശരിയാണ്, അല്ലാതെ ഒന്നുമില്ലല്ലോ.
ആരെങ്കിലും കണ്ട ആ കുട്ടി വാങ്ങിത്തരും, ഇല്ലത്തെ മറ്റൊരു വാങ്ങിത്തരും, അങ്ങനെ പോകുന്നുണ്ട്. കടം വാങ്ങിയ പണം വേഗം തിരിച്ചു കൊടുക്കുന്നതാണ് പാത്തുമ്മയുടെ ശീലം. എന്നാൽ പെൻഷൻ മുടങ്ങിയതോടെ ഇപ്പോൾ അതിനും ധൈര്യമില്ല. ആകെയുള്ള ആശ്വാസം ഹോട്ടലുടമയുടെ കരുണ കൊണ്ട് മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുന്നു എന്നതാണ്. മരുന്നിനില്ല. അവിടെ ചെന്നാ ബാബീൻ്റെ അവിടുത്തെ കുട്ടികൾ വാങ്ങിത്തരും. ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളികക്ക് പോയത്, മറ്റേ ശ്വാസമുട്ടലിന് മരുന്ന് ഇവിടെ ഉണ്ട്, ടൗൺ ഹാൾ കിട്ടിയത്. അല്ലെങ്കിൽ 400 റുപ്യ കൊടുക്കണേന് ആ കുപ്പി ഒരു വലിച്ചുന്ന ഗുളികക്ക്. ആദ്യം ജോലിക്ക് പോയിരുന്നു, ഇപ്പോൾ വയ്യ. ശാരീരിക ബുദ്ധിമുട്ടുകൾ ആവോളം അലട്ടുന്നുണ്ട്. ഭർത്താവ് മരിച്ചതോടെ ആരോരുമില്ലാത്ത വീട്ടിൽ 16 വർഷമായി തനിച്ചാണ് ജീവിതം. മലപ്പുറം. കാന്തപുരം വിഭാഗം സംഘടിപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഇന്ന് കാസർഗോഡ് നടക്കും. സമസ്ത AP വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളന പ്രഖ്യാപനം നടത്തും. 100ാം വാർഷിക സമ്മേളനത്തെ ചൊല്ലി AP, EK വിഭാഗങ്ങൾ തമ്മിൽ ഭിന്നത രൂപപ്പെട്ടിരുന്നു എങ്കിലും കൂടുതൽ അവകാശ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് AP വിഭാഗത്തിന്റെ നിലപാട്. ഇരുവിഭാഗം സമസ്തയും 100ാം വാർഷികം ആഘോഷിക്കുന്നത് ഐക്യനീക്കത്തിന് തടസ്സമാകില്ല എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചിരുന്നു. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.